the speed of a traveling wave. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രോഗ്രസീവ് വേവിൻ്റെ സ്പീഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇക്വേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ എന്താണ് സ്പീഡ് ഓഫ് എ വേവ് എന്ന് പറഞ്ഞാൽ? ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ വേവ് എന്ന് വെച്ചാൽ ആ വേവ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേവിൻ്റെ ക്രസ്റ്റ് അല്ലെങ്കിൽ ട്രഫ് ഫോർ എ ട്രാൻസ്വേഴ്സ് വേവ്. ഇനി അത് ലോഞ്ചിറ്റ്യൂണൽ വേവ് ആണെങ്കിൽ അതിൻ്റെ കംപ്രഷൻസ് അല്ലെങ്കിൽ റെയർഫാക്ഷൻസ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദാറ്റ് വേവ് പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് ദ വേവ് വെലോസിറ്റി. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ നമുക്ക് ഓൾറെഡി അറിയാം, മാത്തമാറ്റിക്കലി നമുക്ക് സ്പീഡ് ഓഫ് വേവ് v is equal to ന്യൂ ലാംഡ എന്നെഴുതാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക ചെറിയ ക്ലാസ്സിൽ v is equal to f ലാംഡ എന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഇനി നിങ്ങൾ എഫ് എന്ന ലെറ്ററിന് പകരം +1 +2 കാണാൻ പോകുന്നത് ന്യൂ എന്ന ലെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ട്രാവലിംഗ് വേവ് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇവിടെ ലാംഡ വേവ് ലെങ്ത് ആണ് എന്നുള്ള കാര്യവും ഓർക്കുക. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്പീഡ് ഓഫ് വേവ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും ഉപയോഗിച്ചിട്ടാണ്. എങ്ങനെ? v is equal to ന്യൂ ലാംഡ. പക്ഷേ ശരിക്കും ഒരു ട്രാവലിംഗ് വേവിൻ്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഫ്രീക്വൻസിയെയും അല്ലെങ്കിൽ വേവ് ലെങ്ത്തിനെയും അല്ല. അത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ മാത്രമാണ്. അപ്പോൾ പിന്നെ നിങ്ങളെ മനസ്സിലുള്ള ഡൗട്ട്, ഒരു ട്രാവലിംഗ് വേവിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കുമെന്നല്ലേ? എഴുതി വെച്ചോളൂ. സ്പീഡ് ഓഫ് എ വേവ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ 2 പ്രോപ്പർട്ടീസ് ഓഫ് ദ മീഡിയം. അപ്പോൾ അത് കടന്നു പോകുന്ന അല്ലെങ്കിൽ വേവ് കടന്നു പോകുന്ന മീഡിയത്തിൻ്റെ 2 പ്രോപ്പർട്ടികളെയാണ് ഈ ഒരു സ്പീഡ് ഓഫ് ട്രാവലിംഗ് വേവ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൽ ഒന്നാണ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ മീഡിയം. നമ്മൾ 9ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് ഒക്കെ അല്ലേ. അതിൽ നമ്മൾ യങ്സ് മോഡുലസ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ മോഡുലസ് ഓഫ് റിജിഡിറ്റി പഠിച്ചിട്ടുണ്ട്, ബൾക്ക് മോഡുലസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിനെയാണ് ഈ ഒരു ട്രാവലിംഗ് വേവിൻ്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. രണ്ടാമത് നോക്കൂ, മാസ് ഡെൻസിറ്റി ഓഫ് ദ മീഡിയം. ഈ 2 കാര്യങ്ങളെയാണ് സ്പീഡ് ഓഫ് ട്രാവലിംഗ് വേവ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ v is equal to ന്യൂ ലാംഡ എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു ട്രാവലിംഗ് വേവിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കാര്യം കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തതാണ് സ്പീഡ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ്. നമ്മൾ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കാര്യമാണ് ആദ്യം പറയുന്നത്. ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചതിന് ശേഷം വലിച്ചു പിടിച്ച ഒരു സ്ട്രിങ്ങിനെ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിലെ ഒരു വേവ് ഉണ്ടാവും, ഒരു ക്രസ്റ്റ് ഇങ്ങനെ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ ഇതൊരു ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്ന് സൈഡ് ഹെഡിങ് എഴുതി വെക്കുക. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലൂടെ ഒരു ട്രാൻസ്വേഴ്സ് വേവ് ട്രാവൽ ചെയ്യുമ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ 2 കാര്യങ്ങളാണ് ആ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഒന്ന് ഇലാസ്റ്റിസിറ്റി ഓഫ് ദ മീഡിയം ആണ്. ഇവിടെ മീഡിയം എന്നാൽ ഈ സ്ട്രിങ് തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ ആള് ദി ടെൻഷൻ ഓഫ് ദ സ്ട്രിങ് ആണ്. അതായത് ആ സ്ട്രിങ് നമ്മൾ എത്രമാത്രം ഫോഴ്സ് ഉപയോഗിച്ച് വലിച്ചു പിടിച്ചിട്ടുണ്ട് എന്നതിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ടെൻഷൻ എന്ത് തന്നെയാണ്? ഫോഴ്സ് തന്നെയാണ്. അപ്പോൾ ഒരു സ്ട്രിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സാണ് ടെൻഷൻ. അതേപോലെ രണ്ടാമത്തത് ലീനിയർ മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അതിന് നമ്മൾ തൽക്കാലം സ്മോൾ ലെറ്റർ d എന്ന് എടുക്കുകയാണ്. അപ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ 2 കാര്യങ്ങളാണ് സ്ട്രിങ്ങിലൂടെയുള്ള വേവിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിലൊന്ന് ദ ടെൻഷൻ ഓഫ് ദ സ്ട്രിങ്, അതുപോലെ ലീനിയർ മാസ് ഡെൻസിറ്റി ഓഫ് ദ സ്ട്രിങ്. അങ്ങനെയാണെങ്കിൽ ആ സ്പീഡ് കണ്ടുപിടിക്കുമ്പോൾ ആ അവസാനത്തെ ഇക്വേഷനിൽ ഈ ടെൻഷനും അതുപോലെ മാസ് ഡെൻസിറ്റിയും, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മാസ് ഡെൻസിറ്റി, നമ്മൾ മാസ് ഡെൻസിറ്റി എന്ന് കേൾക്കുമ്പോൾ ചില കുട്ടികളുടെ മനസ്സിൽ മാസ് പെർ യൂണിറ്റ് വോളിയം എന്ന ഒരു കാര്യം ഉണ്ടാവുക. എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സ്ട്രിങ് നമ്മൾ വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഇതിൽ മാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തിലാണ്, വോളിയത്തിലല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിക്കേണ്ടത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന
ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ബൈ ഡയമെൻഷണൽ അനാലിസിസ് ചാപ്റ്റർ നമ്പർ 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബൈ ഡയമെൻഷണൽ അനാലിസിസ് ചാപ്റ്റർ നമ്പർ 2 നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ പഠിച്ചിട്ടുണ്ട്. ഡയമെൻഷണൽ അനാലിസിസ് അനുസരിച്ച് സ്പീഡ് ഓഫ് വേവിനെ നമുക്കിപ്പോൾ റിലേറ്റ് ചെയ്യാം. രണ്ട് കാര്യങ്ങളാണ്. ഏതായിരുന്നു? ഒന്ന് ടെൻഷൻ ഓഫ് ദ സ്ട്രിങ്ങും അതുപോലെ മാസ് പെർ യൂണിറ്റ് ലെങ്ത്തും. അപ്പോൾ ആദ്യം നമുക്ക് ടെൻഷൻ എഴുതാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡയമെൻഷണൽ അനാലിസിസ് അനുസരിച്ച് ഇവിടെ റേസ് ടു എഴുതും. ലീനിയർ മാസ് ഡെൻസിറ്റിയുടെ ഡി റേസ് ടു ബി എന്നും എഴുതി. അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? നമ്മൾ സ്പീഡിൻ്റെ ഡയമെൻഷൻ പ്രൊപ്പോർഷണൽ ടു ടെൻഷൻ്റെ ഡയമെൻഷൻ ഇൻറ്റു ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ. എന്താണ് സ്പീഡിൻ്റെ ഡയമെൻഷൻ? എൽ ടി റീസ് ടു -1 പ്രൊപ്പോർഷണൽ ടു ടെൻഷൻ. എന്നാൽ എന്താണ് ടെൻഷൻ എന്നുള്ളത്? ഫോഴ്സ് തന്നെയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എം എൽ ടി റീസ് ടു -2 അല്ലേ, ഇൻറ്റു ഡെൻസിറ്റി ഡി എന്തായിരുന്നു? മാസ് ബൈ ലെങ്ത് ആണ്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ മാസ് ബൈ യൂണിറ്റ് ലെങ്ത്തിന് നമുക്ക് ക്യാപിറ്റൽ എൽ എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ എ ഇടണം, അതുപോലെ ഇവിടെ ബി ഇടണം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പവറുകൾ ഇക്വേറ്റ് ചെയ്യണം. അതിന് നമുക്ക് മാസിനെയും ലെങ്ത്തിനെയും ടൈമിൻ്റെയും പവറുകൾ എഴുതാം. ഇവിടെ എം റീസ് ടു എ വരും, ഇവിടെ എൽ റീസ് ടു എ വരും, ടി റീസ് ടു -2a വരും. ഇനി എന്താ വരിക നോക്കൂ? എം റീസ് ടു ബി വരും. ഇനി ഡിവൈഡഡ് ബൈ എൽ റീസ് ടു ബി ആണ് വരിക. അത് മേലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൽ റീസ് ടു -b എന്നും വരും. അടുത്ത സ്റ്റെപ്പിൽ എൽ ടി റീസ് ടു -1 ആണ്. ഇവിടെ എം ഇല്ലാത്തതുകൊണ്ട് എം റീസ് ടു 0, എൽ റീസ് ടു 1, ടി റീസ് ടു -1 കൊടുത്തു. പ്രൊപ്പോർഷണൽ ടു എമ്മിൻ്റെ പവർ എ ഉണ്ട്, അതുപോലെ ഇവിടെ എമ്മിൻ്റെ പവർ ബി ഉണ്ട്. അപ്പോൾ എം റേസ് ടു എ പ്ലസ് ബി കൊടുത്തു. എൽ റേസ് ടു എ ഉണ്ട്, അതുപോലെ എൽ റേസ് ടു -b ഉണ്ട്. അപ്പോൾ എൽ റേസ് ടു എ -b. പിന്നെ ടി റേസ് ടു -2a കൊടുത്തു. നോക്കൂ, എ പ്ലസ് ബി ആണ് എമ്മിൻ്റെ പവർ. ഇവിടെ എമ്മിൻ്റെ പവർ 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഇക്വേറ്റ് ചെയ്യുന്നു. പവറുകൾ ഇക്വേറ്റ് ചെയ്താൽ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ എ ഇസ് ഈക്വൽ ടു -b കിട്ടും. ഓർ നമുക്ക് എഴുതാം ബി ഇസ് ഈക്വൽ ടു -a. അതേപോലെ നമുക്ക് ടീൻ്റെ മേലെയുള്ള -2a എന്ന പവറും ഇവിടെ ടീൻ്റെ മേലെയുള്ള -1ഉം ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ മൈനസും ഈ മൈനസും ക്യാൻസലായി 1/2. ഈ 1/2നെ നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ബി എന്ത് കിട്ടും? -1/2 കിട്ടും. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള ഇക്വേഷൻ വി പ്രൊപ്പോർഷണൽ ടു ടി റീസ് ടു എ അതുപോലെ ഡി റീസ് ടു ബി ആയിരുന്നു. നമുക്കിപ്പോൾ കിട്ടിയത് എ ഇസ് ഈക്വൽ ടു 1/2 എന്നും ബി ഇസ് ഈക്വൽ ടു -1/2 എന്നുമാണ്. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് വേവ് പ്രൊപ്പോർഷണൽ ടു ടി റീസ് ടു 1/2 അതുപോലെ ഡി റീസ് ടു 1/2 -1/2 കിട്ടും അല്ലേ. അപ്പോൾ വി പ്രൊപ്പോർഷണൽ ടു ടി റീസ് ടു 1/2 ഇതിനെ താഴോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ഡി റീസ് ടു 1/2 എന്ന് കിട്ടും. എന്താ ടി റീസ് ടു 1/2 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം? റൂട്ട് ടി. എന്താ ഡി റീസ് ടു 1/2 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം? റൂട്ട് ഡി. അപ്പോൾ ഇവിടെയും റൂട്ട് ഇവിടെയും റൂട്ട്. അപ്പോൾ നമുക്ക് കോമൺ റൂട്ടിൽ എഴുതാം വി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ടി ബൈ ഡി. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വെച്ച് നമുക്ക് എഴുതാം വി ഈസ് ഈക്വൽ ടു സി റൂട്ട് ടി ബൈ ഡി. ഇൻ SI സിസ്റ്റം ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് സി ഈസ് ഈക്വൽ ടു 1 ആണെന്ന്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം വി ഈസ് ഈക്വൽ ടു റൂട്ട് ടി ബൈ ഡി. ഇതാണ് മക്കളെ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. എന്താണ്? ടെൻഷൻ, അതായത് നമ്മൾ ആ സ്ട്രിങ്ങിനെ വലിച്ചു പിടിക്കുന്ന ടെൻഷൻ കൂട്ടിയാൽ അതിലൂടെയുള്ള വേവിൻ്റെ സ്പീഡും കൂടും. അതേപോലെ
ഡെൻസിറ്റി ഓഫ് ദ സ്ട്രിങ് കൂട്ടിയാൽ അതിലൂടെയുള്ള സ്പീഡ് ഓഫ് വേവ് ട്രാൻസ്വേഴ്സ് വേവ് കുറയും. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാനും അതുപോലെ ഈ ഡെറിവേഷൻസും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ് ഒരു സോളിഡിലൂടെ കടന്നു പോയാൽ അതിന്റെ സ്പീഡ് എന്താണെന്ന് നോക്കാം. എഴുതിക്കോളൂ. സ്പീഡ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ഇൻ സോളിഡ്സ്. സോളിഡ്സിലൂടെ വേവ് ട്രാൻസ്വേഴ്സ് വേവ് പോകുമ്പോൾ ആ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഇവിടെ സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ സോളിഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ 2 ഫാക്ടേഴ്സ്. അതിലൊന്നാണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഇതിന്റെ മറ്റൊരു പേരാണ് ഷിയർ മോഡുലസ്. ഷിയർ മോഡുലസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അത് F/A ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന ഇക്വേഷൻ ആണ്. നമ്മൾ ചാപ്റ്റർ നമ്പർ 9 പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ രണ്ടാമത്തെ ഫാക്ടറാണ് ദ വോളിയം മാസ് ഡെൻസിറ്റി. നേരത്തെ നമ്മൾ ലീനിയർ മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ എടുത്തത് മാസ് പെർ യൂണിറ്റ് വോളിയം ആണ്. അത് നമ്മൾ സാധാരണ കണ്ടുവരുന്നത് റോ എന്ന ലെറ്റർ ആണ്, അല്ലെ? അപ്പൊ ഡയമെൻഷൻ അനാലിസിസ് നമ്മൾ തൊട്ടു മുമ്പ് ചെയ്തതുപോലെ നമുക്ക് ഇതേ ഡയമെൻഷണൽ അനാലിസിസ് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ സോളിഡ് V is equal to root of G by rho. നിങ്ങൾക്ക് ഡയമെൻഷൻ അനാലിസിസ് നല്ല പരിചയമുള്ളതാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവിന്റെ കാര്യമാണ് ഇതുവരെ പറഞ്ഞത്. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ കാര്യം നോക്കാം. സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഇൻ ഫ്ലൂയിഡ്സ്. എന്താണ് ഫ്ലൂയിഡ്സ് എന്ന് വെച്ചാൽ? ദ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഫ്ലോ, അല്ലെ? ഒഴുകാൻ കഴിയുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് എന്ന് വിളിക്കുക. ഫ്ലൂയിഡിന് എക്സാമ്പിൾ ആണ് വാട്ടർ, അതുപോലെ ഗ്യാസ് അല്ലെങ്കിൽ എയർ ഒക്കെ ഫ്ലൂയിഡാണ്. അപ്പോൾ ഫ്ലൂയിഡിലൂടെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സ്പീഡ് ഡിറ്റർമൈൻ ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്. ഒന്ന് ബൾക്ക് മോഡുലസ് ബി. ബൾക്ക് മോഡുലസ് ബി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? B is equal to minus F/A by delta V by V ആണ്. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ബി യെ നമുക്ക് എങ്ങനെയും എഴുതാം? മൈനസ് P by ഡെൽറ്റ V by V എന്നും കൊടുക്കാം. ഇവിടെ F/A എന്ന് വെച്ചാൽ പ്രഷറാണ്, അതാണ് ഞാൻ ഇവിടെ P കാണിച്ചിരിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ ഫാക്ടറാണ് ദ വോളിയം മാസ് ഡെൻസിറ്റി ഓർ മാസ് പെർ യൂണിറ്റ് വോളിയം. തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞ അതേ ഡെൻസിറ്റി തന്നെയാണ്, റോ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇതും നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഇൻ ഫ്ലൂയിഡ്സ് V is equal to root of B by rho. ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ഓടിയെത്തുന്ന ഒരു വേവ് ആണ് സൗണ്ട് വേവ്, അല്ലെ? അപ്പോൾ ഒരു സൗണ്ട് വേവ് എയറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യമായിട്ട് തിയററ്റിക്കലി അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ന്യൂട്ടൺ ആണ് ഉണ്ടാക്കിയത്. ആ ഇക്വേഷൻ അറിയപ്പെടുന്നത് ന്യൂട്ടൺസ് ഫോർമുല എന്നാണ്. അപ്പോൾ അദ്ദേഹം ഈ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ, ഒരു തിയററ്റിക്കൽ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ വിചാരിച്ചിരുന്നത് സൗണ്ട് എയറിലൂടെ ട്രാവൽ ചെയ്യുന്നത് ഐസോതെർമൽ കണ്ടീഷൻ ഒബേ ചെയ്തുകൊണ്ടാണെന്നാണ്. അതിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഇക്വേഷനാണ് ന്യൂട്ടൺസ് ഫോർമുല എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ദ സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഇൻ ഫ്ലൂയിഡ് എന്താണ്? V is equal to root of B by rho. എന്നാൽ ഇതുപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ഈ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ന്യൂട്ടൺ എങ്ങനെയാണ് ന്യൂട്ടൺസ് ഫോർമുലയിലേക്ക് എത്തിയത് നോക്കാം. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് ഐസോതെർമൽ പ്രോസസ്. ഈ ന്യൂട്ടൺസ് ഫോർമുല ഡെവലപ്പ് ചെയ്തപ്പം ന്യൂട്ടൺ അസ്യൂം ചെയ്തത് സൗണ്ട് എയറിലൂടെ ട്രാവൽ ചെയ്യുന്നത് ഐസോതെർമൽ പ്രോസസ്സ് ഒബേ ചെയ്തുകൊണ്ടാണെന്നാണ്, അല്ലെങ്കിൽ അണ്ടർ ഐസോതെർമൽ പ്രോസസ് എന്നാണ്. നമ്മൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും പഠിച്ചിട്ടുണ്ട്. ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് PV is equal to a constant, അല്ലെങ്കിൽ എനിക്ക് എഴുതാം PV is equal to കോൺസ്റ്റന്റിന് പകരം നമുക്ക് K എന്ന് കൊടുക്കാം. ഈ ഇക്വേഷനെ രണ്ട് സൈഡിലും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റിംഗ്
above equation on both sides, we get എങ്ങനെയാ ഇതിൻ്റെ റൂള്? പി ഇൻറ്റു വി ആണ് അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ആദ്യം നമ്മൾ പി എ കോൺസ്റ്റൻ്റ് ആക്കി എടുത്തിട്ട് ഡിഫറൻഷിയേറ്റിംഗ് വോളിയം പ്ലസ് ഇനി നമ്മൾ വി കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് പ്രഷറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു 0. എന്തുകൊണ്ട് 0 വന്നു? കോൺസ്റ്റൻറ്റിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ 0 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ എനിക്ക് മാറ്റി എഴുതാം. പി ഇൻറ്റു ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു, ഈ ടേമിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മൈനസ് വി ഇൻറ്റു ഡെൽറ്റ പി എന്ന് കിട്ടും. അപ്പോൾ പി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് വി ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി എന്ന് കിട്ടും. ഈ ഇക്വേഷൻ എനിക്ക് മാറ്റി എഴുതാം. പി ഇസ് ഈക്വൽ ടു മൈനസ് ഈ വിനെ താഴോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി ബൈ വി. ഇതെന്താണ്? ഇറ്റ്സ് നത്തിങ് ബട്ട് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? മൈനസ് എഫ് ബൈ എ ബൈ ഡെൽറ്റ വി ബൈ വി അല്ലേ. അപ്പോൾ ഇവിടെ എഫ് ബൈ എക്ക് പകരം നമ്മളിവിടെ ചേഞ്ച് ഇൻ പ്രഷർ കൊടുക്കുന്നു. ഡെൽറ്റ വി ബൈ വി ഇവിടെയുണ്ട്, മൈനസും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ എഴുതാം പി ഇസ് ഈക്വൽ ടു ബി. തൊട്ട് മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ വേവ് ഫ്ലൂയിഡ്സിൽ വി ഇസ് ഈക്വൽ ടു റൂട്ട് ബി ബൈ റോ ആണ്. ഈ ബിക്ക് പകരം നമ്മളിപ്പോൾ പി എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയറിനുള്ള ഇക്വേഷൻ എഴുതാം. വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ റോ. ഇതാണ് ന്യൂട്ടൺസ് ഫോർമുല എന്ന് അറിയപ്പെടുന്നത്. ഇതുപയോഗിച്ച് ന്യൂട്ടൺ അറ്റ് എസ് ടി പി, അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, സ്പീഡ് ഓഫ് സൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തു. 280 മീറ്റർ പെർ സെക്കൻഡ്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ 280 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് 15% ലെസ് ദാൻ ദി എക്സ്പെരിമെൻ്റൽ വാല്യൂ. അപ്പോൾ ശരിക്കും കിട്ടേണ്ടത് 331 മീറ്റർ പെർ സെക്കൻഡ് ആണ് എസ് ടി പിയിൽ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ. പക്ഷേ ന്യൂട്ടൻ്റെ ഫോർമുല ഉപയോഗിച്ച്, അല്ലെങ്കിൽ ന്യൂട്ടൺസ് ഇക്വേഷൻ ഉപയോഗിച്ച് അദ്ദേഹത്തിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയത് 280 ആണ്. അപ്പോൾ ഇത്രയും എറർ വന്ന സ്ഥിതിക്ക് ന്യൂട്ടൺസ് ഫോർമുല ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്നാൽ കേട്ടോളൂ. കുറച്ച് കാലത്തിന് ശേഷം ഫ്രഞ്ച് സയൻറ്റിസ്റ്റായ ലാപ്ലാസ് ന്യൂട്ടൺസ് ഫോർമുല കറക്റ്റ് ചെയ്തു. അപ്പോൾ എഴുതി വെച്ചോളൂ, ലാപ്ലാസ് കറക്ഷൻ ഓഫ് ന്യൂട്ടൺസ് ഫോർമുല. പക്ഷേ അത് കറക്റ്റ് ചെയ്തപ്പോൾ ന്യൂട്ടന് പറ്റിയ മിസ്റ്റേക്ക് എന്തായിരുന്നു? നമുക്ക് ഓൾറെഡി അറിയാം. ന്യൂട്ടൺ വിചാരിച്ചത് സൗണ്ട് എയറിലൂടെ ട്രാവൽ ചെയ്യുന്നത് അണ്ടർ ഐസോതെർമൽ പ്രോസസ് എന്നാണ്. എന്നാൽ ലാപ്ലാസ് എന്ത് ചെയ്തു? അഡയബാറ്റിക് കണ്ടീഷൻ ഒബേ ചെയ്തുകൊണ്ടാണ് സൗണ്ട് എയറിലൂടെ ട്രാവൽ ചെയ്യുന്നത് എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ വേവ് ഇൻ ഫ്ലൂയിഡ്സ്. ഒന്ന് ഓർത്ത് നോക്കുക, എന്തായിരുന്നു? വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ബൈ റോ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ബിയെ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് ന്യൂട്ടൺ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ പി എന്ന് കിട്ടി. എന്നാൽ ലാപ്ലാസ് ഇത് കറക്റ്റ് ചെയ്തപ്പോൾ ഈ ബി എങ്ങനെയാണ് മാറ്റിയിട്ടുണ്ടാവുക നോക്കാം. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഡയബാറ്റിക് പ്രോസസ്സ് പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. പേടിക്കേണ്ട, ഗാമ എന്നാൽ സി പി ബൈ സി വി ആണ്, അല്ലെങ്കിൽ റേഷ്യോ ഓഫ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ടു മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയമാണ്. ഈ ഇക്വേഷൻ നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഡിഫറൻഷിയേറ്റിംഗ് എബോവ് ഇക്വേഷൻ ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് എന്താ കിട്ടുക? ആദ്യം പി എ കോൺസ്റ്റന്റ് ആക്കുന്നു. വി റേസ് ടു ഗാമയെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഗാമ വി റേസ് ടു ഗാമ -1 ഇൻറ്റു ഡെൽറ്റ വി പ്ലസ് ഇനി നമ്മൾ വി റേസ് ടു ഗാമ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. പി എ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 0, കാരണം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. എക്സ് റേസ് ടു എന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കിട്ടും എൻ എക്സ് റേസ് ടു എൻ -1. അപ്പോൾ ഇവിടെ ഇതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബൈ റൂൾ നമ്മൾ പി എയും വി എയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രോഡക്റ്റ് റൂൾ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വി ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് ബൈ റൂൾ. ഇവിടെ നിങ്ങൾ ഡെൽറ്റ വി കാണുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ടേമിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് കിട്ടും പി ഇൻറ്റു ഗാമ
വി raised to gamma minus 1 delta v is equal to minus delta p into v raised to gamma. അപ്പോൾ എനിക്ക് കിട്ടും p into gamma is equal to അപ്പുറത്ത് ഓൾറെഡി മൈനസ് ഡെൽറ്റ പി വി റേസ് ടു ഗാമ ഉണ്ട്. ഇനി ഡിവൈഡഡ് ബൈ ഈ ടേം ഫുള്ള് ഡിവൈഡഡ് ബൈ ആവും അപ്പുറത്തേക്ക് പോകുമ്പം എന്തൊക്കെയാണ് വരിക? ഡെൽറ്റ വി അടിയിൽ വരും, അതുപോലെ വി റേസ് ടു ഗാമ മൈനസ് 1 വരും. സൂക്ഷിച്ചു നോക്കൂ, മൈനസ് ഡെൽറ്റ പിയിലും വി റേസ് ടു ഗാമയിലും ഒരു ചേഞ്ചും ഉണ്ടാവില്ല, ഡിവൈഡഡ് ബൈ ഡെൽറ്റ വിയിലും ചേഞ്ച് ഇല്ല. ഇനി നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കൂടെ? എ റേസ് ടു എം പ്ലസ് എൻ എങ്ങനെ എഴുതാം? നമ്മൾ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എഴുതാറില്ലേ? അതുപോലെ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ വി റേസ് ടു ഗാമ ഇൻറ്റു വി റേസ് ടു മൈനസ് 1 എഴുതി കൂടെ? അപ്പോൾ ഈ വി റേസ് ടു ഗാമയും ഈ വി റേസ് ടു ഗാമയും ക്യാൻസൽ ആവും. നമുക്ക് കിട്ടും പി ഇൻറ്റു ഗാമ ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ പി ബൈ, നോക്കൂ, വി റേസ് ടു മൈനസ് 1 എന്ന് വെച്ചാൽ നമുക്കിതിനെ ഡെൽറ്റ വിക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഈ വി റേസ് ടു മൈനസ് 1 നമുക്ക് ബൈ വി എന്ന് എഴുതി കൂടെ? വീണ്ടും നമുക്ക് എന്ത് കിട്ടി? ദിസ് ഇസ് നത്തിങ് ബട്ട് ബൾക്ക് മോഡുലസ് ബി. അതായത് പി ഇൻറ്റു ഗാമ ഇസ് ഈക്വൽ ടു ബി. ഇതിനെ നമ്മൾ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ബൈ റോ എന്ന ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ കിട്ടുന്നത് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ വെൻ ഇറ്റ് ഈസ് ട്രാവലിംഗ് അണ്ടർ അഡിയബാറ്റിക് കണ്ടീഷൻ. ബിക്ക് പകരം എഴുതാം പി ഇൻറ്റു ഗാമ ബൈ റോ ഓർ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ ഇൻറ്റു പി ബൈ റോ. This equation is known as modified Newton's formula or Newton Laplace formula. എഴുതി വെക്കണം. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ലാപ്ലാസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വാല്യൂ നോക്കൂ, 331.3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആക്ച്വൽ വാല്യൂ എത്രയായിരുന്നു? 331 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ എക്സാക്റ്റ് ആയിട്ടുള്ള അപ്രോക്സിമേറ്റ്ലി അതേ വാല്യൂ തന്നെ ലാപ്ലാസിന് ഈ ഒരു ഇക്വേഷൻ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യവും നിങ്ങൾ ഓർത്തു വെക്കുക.